ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇച്ചിരി നത്തൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നത്തൽ എന്ന് പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നത്തൽ പീര ഉണ്ടാക്കാൻ പോവാം. നമ്മൾ മത്തിപ്പീര ഉണ്ടാക്കാറില്ലേ, അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ സെറ്റ് തുറച്ച് നോക്കുക. ഇരുട്ടായതുകൊണ്ട് നൈറ്റായി, അതുകൊണ്ട് തന്നെ ക്ലിയർ കുറവാണ് കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ പീര ഉണ്ടാക്കാനുള്ള മീൻ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി, പച്ചമുളക് ഇല്ല, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ തേങ്ങ, ഇത്രയൊക്കെ വേണം കേട്ടോ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എത്തിച്ച് വരാം. അപ്പം ഓക്കെ, ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് കൂടി വേണമായിരുന്നു കേട്ടോ. അത് ഇല്ല, ഇപ്പം എനിക്ക് ഇവിടെ ഇഞ്ചി വാങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് നോക്കിയിട്ടിടാം കേട്ടോ. അതിനിടയിൽ ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ തേങ്ങ നമുക്ക് നത്തൽ പീര ഉണ്ടാക്കുമ്പോൾ പിന്നെ തേങ്ങ വേണമല്ലോ. തേങ്ങ അല്ലെ ഒരു നുള്ളു ജീരകവും മഞ്ഞളും ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് അരക്കണ്ട, ഒരു മീഡിയം ലെവലിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ആദ്യം തന്നെ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഒരു നുള്ളു കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. അതെൻ്റെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എരിവ് നോക്കിയിട്ട് ഇടാം കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് അല്പം മുളകും. ഇത് കാശ്മീരിയാണ്, അതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. അതുകൊണ്ട് അല്പം മുളക്. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യേണ്ടത്. അരച്ച് വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിട്ട് കൊടുക്കണ്ടേ നമുക്ക്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. തേങ്ങ ഉള്ളി ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വന്ന് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ, ഇഞ്ചിയുടെയും വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. എണ്ണ ഒഴിച്ചില്ലേ, നല്ല വെളിച്ചെണ്ണ. അപ്പോൾ അതിൻ്റെ സ്മെല്ലും നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഒന്നും ചിലപ്പോൾ ഇങ്ങനെ എടുക്കില്ല കേട്ടോ. തല കളഞ്ഞിട്ടൊക്കെ എടുക്കുന്നത്. ചെറിയ മീനായതുകൊണ്ട് ഞാനത് കളഞ്ഞില്ല. അപ്പോൾ നന്നായിട്ട് മിക്സായി
മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം തന്നെ നല്ല കളറായില്ലേ. അപ്പോൾ നമുക്കിതിനി വേവിച്ചെടുക്കാം കേട്ടോ. മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് മത്തി ചെയ്തിട്ടുണ്ട്, അതുപോലെയല്ല. നത്തൽ എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ പതക്കുമ്പോൾ വേകുന്ന ടൈപ്പാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ വെന്തു. അത് നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് നല്ല ഫ്രൈ ആയി എടുക്കണ്ടേ. ലൈറ്റ് പോകണ്ട ഇടക്ക്, സോറി കേട്ടോ. ഇതാ എണ്ണ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിലും ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ അല്പം വെളിച്ചെണ്ണയും കൂടി നനച്ചിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പൊളിക്കും. വിളി അയ്യോ. അപ്പോൾ നമ്മുടെ നത്തൽ പീര ഇവിടെ റെഡിയായി. ഇനി അല്പം എണ്ണയൊക്കെ നനച്ച് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഓക്കെയാണ്. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഈ നത്തലിൻ്റെ പിന്നെ മത്തിയുടെ മുള്ളൊക്കെ കഴിക്കുന്നതാണല്ലോ. ഇതിപ്പോൾ ഇതിനകത്ത് മുള്ളൊന്നും കാണാൻ പറ്റില്ല, മുഴുവനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നത്തൽ പീര ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. എന്താ സ്മെല്ലെന്നറിയോ, എൻ്റെ വായിൽ വെള്ളം വരുന്നു സത്യമായിട്ടും. പിന്നെ ഇതിൽ എണ്ണ ചൂടാൻ നല്ല ആണല്ലേ. പിന്നെ വെളുത്തുള്ളി, തേങ്ങ, ജീരകമൊക്കെ മിക്സ് ചെയ്തതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് കൂടി കാണിക്കാം. അപ്പം നമ്മുടെ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടപ്പന്മാരോട് ടേസ്റ്റ് ചെയ്യാൻ പറയാം. ചേച്ചോ വാ, ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് അഭിപ്രായം പറയണം കഴിച്ചിട്ട്.
സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. ഇത് നമുക്ക് കുറച്ചുകൂടി എടുത്തിട്ട് നമ്മുടെ വീരപ്പനോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയാം. ചൂട് നോക്കണം. കഴിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ടാറ്റാ. ടാറ്റാ ബൈ ബൈ.